ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 7 ചൊവ്വാഴ്ചയാണ്. നിഫ്റ്റി 23,000 അരികെയായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ആദ്യം വെസ്റ്റ് ഏഷ്യൻ വാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. അമേരിക്കയുടെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഇറാൻ. പുതിയ 10 നിർദ്ദേശങ്ങൾ US മുൻപാകെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഡെഡ് ലൈൻ അവസാനിക്കുന്ന ദിവസമാണ്. ഇന്ന് ഇനി എന്താണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ന് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയും നാളെ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗും നടക്കാനിരിക്കുകയാണ്. ഇനി ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുകയാണെങ്കിൽ, പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഫെർട്ടിലൈസർ നിർമ്മാണ യൂണിറ്റുകൾക്കുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ഫെർട്ടിലൈസർ ഓഹരികൾ 8% വരെ ഇന്നലെ ഉയരുകയുണ്ടായി. ഷോർട്ട് ടേമിലേക്ക് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇനി ഇന്നലെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം ബാധിച്ച മേഖലകളെ പിന്തുണയ്ക്കാൻ രാജ്യത്തിന് മതിയായ ഫിസിക്കൽ സ്പേസ്, സാമ്പത്തികമുണ്ടെന്ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തിങ്കളാഴ്ച പറഞ്ഞു. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകൾ. അമേരിക്കൻ ഓഹരി വിപണികൾ തിങ്കളാഴ്ച ഉയർന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി യുദ്ധവിരാമത്തിലേക്ക് പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് തുറക്കാത്ത പക്ഷം ശക്തമായിട്ടുള്ള സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം US നിർദ്ദേശിച്ച അടിയന്തര യുദ്ധവിരാമ നിർദ്ദേശം ഇറാൻ തള്ളിക്കളഞ്ഞതായി ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഇന്നലെ S&P 500-ൽ 11 സെക്ടറുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആയിരുന്നു. യൂട്ടിലിറ്റീസ് അവിടെ ഇടിയുകയുണ്ടായി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ 1.39% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇൻഫോസിസ് 0.2% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിംഗ് സൈഡിൽ HDFC ബാങ്ക് 3% ഉയർന്നു. ICICI ബാങ്ക് 1.76% നേട്ടമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1.25% ഇടിവുമുണ്ടാക്കി. ഇനി യൂറോപ്യൻ വിപണിയിൽ ഒരു ഹൈ വോളറ്റൈൽ ആയിട്ടുള്ള സെഷനായിരുന്നു ഇന്നലെ കടന്നുപോയത്. മിക്സഡ് ആയിട്ടാണ് യൂറോപ്യൻ വിപണികൾ ക്ലോസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണികളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.48% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 1.5% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 22,966 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 90 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് സാധ്യത കാണുന്നത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.4% ഇടിവാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,10,480 എന്ന നിലയിലാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്, ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വീണ്ടും കടുത്ത ഭീഷണി ഉയർത്തിയതിനെ തുടർന്ന് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ പ്രൈസുകൾ വീണ്ടും ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $110 ട്രേഡ് ചെയ്യുന്നു. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 2% നേട്ടത്തിലാണ് $68,000 ട്രേഡ് ചെയ്യുന്നു. ഏതായാലും ലോകം ഒരു മുൾമുനയിൽ തന്നെയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ 48 മണിക്കൂർ ഇന്ന് അവസാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രസ്താവനകൾ തന്നെയാണ് ഈ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വിപണിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് പലപ്പോഴും ലൈക്ക് വളരെ കുറവാണ്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് ഉറപ്പുവരുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഓട്ടോ സെക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2026-ൽ 13.3% വളർച്ചയാണ് കൈവരിച്ചത്. ഫിനാൻഷ്യൽ ഇയർ 2027-ൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഓട്ടോ സെക്ടറിൻ്റെ ഒരു അനാലിസിസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയുടെ ഓട്ടോ ഇൻഡസ്ട്രി ഫിനാൻഷ്യൽ ഇയർ 2026-ൽ ശക്തമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. 13.3% ഗ്രോത്ത് നേടി. ഇൻഡസ്ട്രി ഏകദേശം 30 മില്യൺ യൂണിറ്റിൻ്റെ സെയിൽസ് രേഖപ്പെടുത്തി. പാസഞ്ചർ വെഹിക്കിളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആദ്യമായി 4.7 മില്യൺ യൂണിറ്റുകൾ വിറ്റ് കഴിഞ്ഞു. ഗ്രോത്ത് ഏകദേശം 13%. SUV ഡിമാൻഡ് തന്നെയാണ് വളരെ ശക്തമായി നിൽക്കുന്നത്. ഇനി 2 വീലർ സെഗ്മെൻറ്റിലും ശക്തമായിട്ടുള്ള ഒരു വളർച്ച തന്നെയാണ് കാണുന്നത്. 13.4% വളർച്ച കാണുന്നു. ഗ്രാമങ്ങളിൽ ഡിമാൻഡ് എക്സ്പ്ലോഷൻ ഉള്ളത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ട്രാക്ടേഴ്സിൻ്റെ കാര്യമാണ് മറ്റൊരു സൈലൻറ്റ് ഹീറോ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഗ്രോത്ത് വരുന്നത്. ഓൾമോസ്റ്റ് 19% ഗ്രോത്താണ് ഫിനാൻഷ്യൽ ഇയർ 2026-ൽ വന്നിരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ കിട്ടാത്ത ഈ ഒരു അവസ്ഥയിലൊക്കെ പലരും EVയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത് വളരെ കാര്യമായി തന്നെ ആലോചിക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഭാവി
EV റവല്യൂഷൻ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇപ്രാവശ്യത്തെ ഈ ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അർബണിനേക്കാൾ റൂറൽ ഡിമാൻഡ് കുറച്ചുകൂടി സ്ട്രോങ്ങറായി നിൽക്കുന്നു എന്നതാണ്. അതായത് ഫാർമേഴ്സിൻ്റെ ഇൻകം വർദ്ധിക്കുന്നു, ബെറ്റർ അഫോർഡബിലിറ്റിയാണ്. ഇതൊക്കെ ഇന്ത്യൻ ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ചില സിഗ്നലുകളാണ്. ഇനി ഫിനാൻഷ്യൽ ഇയർ 2027 ഒരു പ്രൊജക്റ്റഡ് ഗ്രോത്ത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 മുതൽ 9%. അതായത് ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു വളർച്ചയായിരിക്കും ഒരുപക്ഷെ ഫിനാൻഷ്യൽ ഇയർ 2027 വരാൻ പോകുന്നത്. ഇനി ഓട്ടോ സെക്ടറിൽ നിരവധി കമ്പനികളാണ് ഫിനാൻഷ്യൽ ഇയർ 2026 നല്ല പ്രകടനം കാഴ്ചവെച്ചത്. ഇനി 27 നല്ല ബിഗ് റാലിക്ക് സാധ്യതയുള്ള സ്റ്റോക്കുകളായിട്ട് നിങ്ങൾ കാണുന്നത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്നുകൂടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇന്നത്തെ ചില സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം പോസിറ്റീവായിട്ടുള്ള ചില സ്റ്റോക്ക് ന്യൂസുകളിൽ നിന്ന് ആരംഭിക്കാം. ആദ്യം ഡൊമിനോസ് ഇന്ത്യ ജൂബിലിയൻ ഫുഡ് വർക്ക്സ് എന്ന കമ്പനിയാണ്. കൺസോളിഡേറ്റഡ് റവന്യൂവിൽ 19.1% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2505.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. 69 പുതിയ സ്റ്റോറുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. മൊത്തം 3663 സ്റ്റോറുകളുണ്ട്. തുർക്കിയിലെ ബിസിനസ്സും സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കുന്നു എന്നത് കമ്പനിയെ സംബന്ധിച്ച് ലോങ് ടേമിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കാണ്. 7 ലക്ഷം പുതിയ അക്കൗണ്ടുകളാണ് ചേർത്തിരിക്കുന്നത്. ഇതോടെ 1.75 കോടി കസ്റ്റമേഴ്സാണ് ബാങ്കിനുള്ളത്. ലോൺ റെഫറൽ ബിസിനസ്സിൽ 96% ക്വാർട്ടർ ടു ക്വാർട്ടർ ഗ്രോത്ത് കൈവരിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. 600 കോടി രൂപയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റും ഇപ്പോൾ ഈ ക്വാർട്ടറിൽ നടത്തിയിരിക്കുന്നു. ഇതുകൂടാതെ ഡെപ്പോസിറ്റ്സ് ഓൾ ടൈം ഹൈ ലെവലിലാണുള്ളത്. 2950+ കോടി രൂപയുടെ ഒരു ഡെപ്പോസിറ്റ് ഗ്രോത്താണ് കമ്പനിക്ക് ഈ ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. മികച്ച ഒരു റിസൾട്ട് തന്നെയാണ്, ക്വാർട്ടർലി അപ്ഡേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അടുത്ത് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ എന്ന കമ്പനിയാണ്. ലോൺ ബുക്കിൽ 14% വളർച്ച വന്നിരിക്കുന്നു. 29,590 കോടി രൂപയിലാണ് ലോൺ ബുക്ക് ഉള്ളത്. ഡിസ്ബേഴ്സ്മെൻറ്റിൽ 28% വർധനവും വന്നിരിക്കുന്നു. ബ്രാഞ്ച് എക്സ്പാൻഷൻ ഇപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തയുള്ളത് ഗാലന്റ് ഇസ്പത്ത് എന്ന കമ്പനി പവർ പ്രൊഡക്ഷനിൽ 14% ഇയർ ഓൺ ഇയറിൽ ഗ്രോത്ത് കൈവരിച്ചിരിക്കുന്നു. പാലറ്റ് പ്രൊഡക്ഷൻ 59% ഉയർന്നിട്ടുണ്ട്. സ്പോഞ്ച് പ്രൊഡക്ഷനിൽ 38% വർധനവും വന്നിരിക്കുന്നു. അടുത്ത ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന കമ്പനിയാണ്. കമ്പനിയെ സംബന്ധിച്ച് ഒരു ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് ആണ് ഈ ക്വാർട്ടറിൽ പ്രതീക്ഷിക്കുന്നത്. വോളിയം ഗ്രോത്തും സ്ട്രോങ് ആയി തന്നെ ഉണ്ടാകും എന്നാണ് കമ്പനി പറയുന്നത്. അടുത്ത PC ജ്വല്ലറി എന്ന കമ്പനിയാണ്. റവന്യൂ ഗ്രോത്തിൽ 32% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡെപ്റ്റ് 23% ഒരു ഇടിവും കുറവും ഉണ്ടായിട്ടുണ്ട്. അടുത്ത ശ്യാം മെറ്റാലിക്സ് എന്ന കമ്പനി സ്റ്റെയിൻലെസ് സ്റ്റീൽ സെയിൽസിൽ 22% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് ചില സ്റ്റോക്ക് ന്യൂസുകളിൽ ആദ്യം PDS ആണ്. 450 കോടി രൂപയുടെ സോഴ്സിംഗ് കോൺട്രാക്റ്റ് ഒരു US റീറ്റെയിലറിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് ടിറ്റാഗ്ര റെയിലാണ്. 610 കോടി രൂപയുടെ എക്സ്പാൻഷൻ കമ്പനി അപ്രൂവൽ ചെയ്തിരിക്കുന്നു. അടുത്ത FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 8167 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 8089 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് 22,968 225 പോയിന്റ്സ് അഥവാ 1% മുകളിൽ ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ക്യാൻഡിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇതുകൂടാതെ അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, അതായത് മാർച്ച് 11-ാം തീയതിയും മാർച്ച് 18-ാം തീയതിയും മാർച്ച് 25-ാം തീയതിയും ഇതേ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ഒരു റിവേഴ്സൽ നിഫ്റ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത്തവണ ഈ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമോ എന്ന് തന്നെയാണ്. അത്തരത്തിൽ പോവുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇനി ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. മാർക്കറ്റിൽ ചെറിയൊരു പോസിറ്റീവ് ന്യൂസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നല്ല മൂവ്മെൻറ്റ് വരുന്ന ഒരു സമയം കൂടിയാണ്. ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. കൂടാതെ ട്രംപ് പറഞ്ഞ 48 മണിക്കൂർ ഇന്ന് കഴിയുകയാണ്. അതുകൊണ്ട് വലിയ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,200 ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,609 1060 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിക്ക് തന്നെയാണ്. ഇതുകൂടാതെ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മോർണിംഗ് സ്റ്റാർ ക്യാൻഡിലിന് സമാനമായിട്ടുള്ള ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ കാണിക്കും എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. അത്തരത്തിൽ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ.